ഈ മുൻകൂട്ടി കൊടുക്കാം, മുൻകൂറായി കൊടുക്കുക എന്നുള്ള വകുപ്പിൽ അത് ഉപയോഗപ്പെടുത്താം എന്ന് മാത്രം. ആർക്കാണ് സക്കാത്ത് നൽകേണ്ടത്? സക്കാത്തിന് പിന്നെ നിശ്ചിത അവകാശികൾ ഖുർആൻ തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇന്നമസ്സദഖാത്തു ലിൽ ഫുഖറാഇ വൽ മസാകീൻ എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. 8 വിഭാഗം ആളുകളാണ് സക്കാത്തിന്റെ അവകാശികൾ. അതിൽപ്പെട്ട വ്യക്തികൾക്ക് തന്നെ സക്കാത്ത് കൊടുക്കണം. നമുക്ക് തോന്നിയാൽ കൊടുക്കാൻ പറ്റൂല. അതിൽ 8 സാധാരണ ഒരു 3 വകുപ്പ് നമ്മുടെ നാടുകളിൽ പൊതുവെ ഉണ്ടാകൂല. സക്കാത്തിന്റെ അവകാശികൾ ഒരു ടീം അടിമകളാണ്, മുക്കാത്തമായ അടിമകൾ എന്ന് പറയും. ആ അടിമകൾ എന്ന വകുപ്പ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ സാധാരണ ഇല്ലല്ലോ. പിന്നെ ഒന്ന് ആമിലീൻ അലൈഹ എന്നത് ഇസ്ലാമിക ഇമാമുൽ ആളമാകുന്ന ഭരണാധികാരി മുഖേന സക്കാത്തിന്റെ ശേഖരണ വിതരണം നടക്കുമ്പോൾ അതിനു വേണ്ടി അദ്ദേഹം നിശ്ചയിക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ് ആമിലുകൾ എന്ന് പറയുന്നത്. അതും നമ്മുടെ നാട്ടിൽ ഇല്ല. അപ്പൊ അതും പോയി. പിന്നെ ജിഹാദിന് വേണ്ടി സന്നദ്ധരായി നിൽക്കുന്ന ഒരു ടീം, അങ്ങനെ ഒരു ടീമുണ്ട്. അതും നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല. ഒരു ഇസ്ലാമിക ഭരണ വ്യവസ്ഥയിൽ ഇസ്ലാമിക നാടിന്റെ സുരക്ഷിതത്വത്തിന്റെ ഭാഗമായി ജിഹാദ്, നിയമാനുസൃതമായി ജിഹാദ് വരുമ്പോ ആ ജിഹാദിന് പോകാൻ സ്വയം സന്നദ്ധരായി നിൽക്കുന്ന യോദ്ധാക്കളുണ്ട്. പട്ടാള സൈന്യത്തിന്റെ ആനുകൂല്യങ്ങൾ ഇല്ലാത്ത അവർ സക്കാത്തിന്റെ അവകാശം. ഈ 3 ഇപ്പോ നമ്മുടെ നാട്ടില് ഇല്ല. ഇനി 5 അവകാശികളാണുള്ളത്. ഫക്കീർ, മിസ്കീന്, ഓനിമ് കടബാധ്യതയുള്ളവർ, കടബാധ്യതയുള്ളവര്, യാത്രക്കാര്, മുഅല്ലഫത്തുൽ ഖുലൂബ്. ഫക്കീർ പെട്ടെന്ന് ചെറുതായ രൂപത്തിൽ ഇതൊക്കെ പറയുന്നുള്ളൂ കേട്ടോ. ചെലവിന്റെ പകുതി പോലും വരവില്ലാത്തവർക്കാണ് ഫക്കീർ എന്ന് പറയുക. ചെലവിന്റെ പകുതി പോലും വരവില്ലാത്തവന് ഫക്കീർ. ചെലവിന്റെ പകുതിയോ അതിലേറെയോ വരവുണ്ട്, തികയൂല, കമ്മി വരുന്നുണ്ട്. 100 ആവശ്യമുള്ളവർക്ക് അയാൾക്ക് 98 ഉള്ളൂ. ഉദാഹരണത്തിന് അയാളാണ് മിസ്കീൻ. ഫക്കീറും മിസ്കീനും മുസ്ലിങ്ങളായ ഫക്കീർ മിസ്കീനുകൾ സക്കാത്തിന്റെ അവകാശികളാണ്. ഇനിയുള്ളത് ഓരിമ കടബാധ്യതയുള്ളവർ സക്കാത്തിന്റെ അവകാശം. ഓൻ ഫക്കീറും മിസ്കീനും അല്ലെങ്കിലും ഓരിമ കടബാധ്യത. ഈ കടബാധ്യതയുള്ളവർ പറഞ്ഞാൽ 2 വകുപ്പുണ്ട്. ഒന്ന്, ഹലാലായ സ്വന്തം ആവശ്യത്തിന് വേണ്ടി കടം വാങ്ങി അത് വീട്ടാനുള്ള സമ്പത്ത് സ്വന്തം നിലക്കില്ല. അഥവാ ഉള്ളത് കൊണ്ട് വീട്ടിയാൽ അയാൾ ചെലവിന് ബുദ്ധിമുട്ടാവും, ഫക്കീറോ മിസ്കീനോ ആയി മാറും. ഫക്കീർ മിസ്കീൻ ആദ്യം തന്നെയാണെങ്കിൽ അയാൾ ഫക്കീർ മിസ്കീനിൽ പെട്ട ആളാണല്ലോ. അതേസമയം ഫക്കീറല്ല, മിസ്കീനും അല്ല. അപ്പൊ ചെലവിന് അവരനുസരിച്ച് വരവുണ്ട്. പക്ഷെ അദ്ദേഹം നേരത്തെ മകളുടെ കല്യാണത്തിനോ വീട് പണിക്കോ എന്തോ കടം വാങ്ങിപ്പോയിട്ടുണ്ട്. ഹലാലായ സ്വന്തം ആവശ്യത്തിന് വേണ്ടി കടം വാങ്ങി. ആ കടം വീട്ടാൻ മാർഗമില്ല. ഉള്ളത് കൊണ്ട് വീട്ടിൽ പോകാൻ ആരായി പോകും? ജീവിതത്തിൽ ചെലവിന് പ്രയാസപ്പെടുന്ന ഫക്കീർ മിസ്കീനാവും. അവൻ കടക്കാരൻ സക്കാത്തിന്റെ അവകാശിയാണ്. ആ കടം വീടുന്നത് വരെ അവൻ സക്കാത്തിന്റെ അവകാശിയായി പരിഗണിക്കും, മരിച്ചോളന്നല്ല. മറ്റൊന്ന് കടക്കാരനാണെങ്കിൽ മറ്റൊന്ന് പള്ളിയുടെ നിർമ്മാണം അല്ലെങ്കിൽ പള്ളിയുടെ നടത്തിപ്പ്, സ്ഥാപനങ്ങളുടെ നടത്തിപ്പ് തുടങ്ങി പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടി കടം വാങ്ങിക്കൊണ്ട് പണം ചെലവാക്കിയവർ. സ്വന്തം പൈസ കീശി നിർത്തി ചെലവാക്കിയവരല്ല, ഒലക്കാത്താവാൻ പറ്റൂല. പള്ളിയുടെ നിർമ്മാണത്തിനും പള്ളിയുടെ നടത്തിപ്പിനു വേണ്ടി മറ്റുള്ളവരിൽ നിന്ന് പണം കടം വാങ്ങി ചെലവാക്കി പോയവർ, അവർ സ്വന്തമായി ആ കടം വീട്ടാനുള്ള സാമ്പത്തിക ശേഷി ഉള്ളവരാണെങ്കിൽ പോലും ആ കടം വീട്ടാനുള്ള ആവശ്യത്തിന് അവർക്ക് സക്കാത്ത് വാങ്ങൽ അനുവദനീയമാണ്. ഞാൻ എന്തോ പറഞ്ഞത് ഒന്നും കൂടി പറയാം. കടബാധ്യതയുള്ളവർ സക്കാത്തിന്റെ ഒരു അവകാശമാണ്. അതിന്റെ ഉള്ളിൽ 2 വകുപ്പുണ്ട്. ഒന്ന്, ഹലാലായ സ്വന്തം ആവശ്യത്തിന് വേണ്ടി കടം വാങ്ങിയവർ, കടം വീട്ടാനുള്ള മാർഗം സ്വന്തമായി ഇല്ലെങ്കിൽ അഥവാ ഉള്ളത് കൊണ്ട് വീട്ടിയാൽ ഫക്കീറോ മിസ്കീനായി മാറുന്ന കോലത്തിലാണെങ്കിൽ ആ കടബാധ്യതയുള്ളിടത്തോളം കാലം കടക്കാരൻ എന്നൽക്ക് സക്കാത്തിന്റെ അവകാശിയാണ്. 1. 2, സ്വന്തം ആവശ്യത്തിനല്ല, പള്ളി നിർമ്മാണം, പള്ളിയുടെ നടത്തിപ്പ് തുടങ്ങിയ പൊതു മസ്ലഹത്തുകൾക്ക് വേണ്ടി കടം വാങ്ങിയ ഒരാൾ, കടം വാങ്ങി ചെലവഴിച്ച ഒരാൾ, ആ കടം സ്വന്തമായി വീട്ടാനുള്ള സാമ്പത്തിക ശേഷി അയാൾക്ക് ഉണ്ടെങ്കിൽ പോലും ആ കടം വീടുന്നത് വരെ ആള് സക്കാത്തിന്റെ അവകാശിയാണ്. അയാൾക്ക് സക്കാത്ത് കൊടുക്കാം, വാങ്ങാം. പള്ളിക്കക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റുമോ? പള്ളിപ്പണിക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. പൈസ ആവശ്യമുണ്ട്, അത് പറഞ്ഞിട്ട് കാര്യമില്ല. പൈസ ആവശ്യമുള്ളതിനൊക്കെ കൊടുക്കാനുള്ള എല്ലാ സക്കാത്ത് എന്നുള്ള അതിനൊക്കെ വേറെ വകുപ്പ് നോക്കണം. പള്ളിപ്പണിക്ക് സക്കാത്ത് പറ്റൂല. പള്ളി, മദ്രസ, സ്ഥാപനങ്ങൾ, ശരിയത്ത് കോളേജുകൾ, യതീംഖാനകൾ, ഇതൊന്നും സക്കാത്തിന്റെ അവകാശികളല്ല. അവിടെ പള്ളിക്കത്ത് ഇമാമിന് കൊടുക്കാൻ പറ്റുമെന്ന് അതൊരു വ്യക്തിയായി, അത് വേറല്ല. ഇമാമിന് കൊടുക്കണോ പള്ളിക്കൊക്കെ കൊടുക്കണോ രണ്ടല്ലേ. സ്ഥാപനങ്ങളുടെ പൊതു ഫണ്ടിലേക്ക് ആ രൂപത്തിൽ കൊടുക്കാൻ പറ്റൂല. പക്ഷെ ഇത്തരം പൊതു സ്ഥാപനങ്ങളുടെ നിർമ്മാണത്തിനോ നടത്തിപ്പിനോ കടം വാങ്ങിയ കടബാധ്യതയായി ഉള്ളവർക്ക് ആ കടക്കാരൻ എന്നൽക്ക് സക്കാത്ത് കൊടുക്കാം. ഇവിടെ സമ്പന്നരായ ആളുകൾക്ക് പോലും സക്കാത്ത് വാങ്ങാൻ പറ്റുന്ന രൂപം നിങ്ങൾ കണ്ടില്ലേ?
പൊതു ആവശ്യത്തിന് വേണ്ടി കടം വാങ്ങിയിട്ട് സ്വന്തം വീട്ടാനുണ്ടെങ്കിൽ പോലും അവർക്ക് സക്കാത്ത് വാങ്ങാം. ചിലപ്പോൾ സക്കാത്ത് ഒനിയിനും പറ്റുന്ന അവസ്ഥകളുണ്ട്. സക്കാത്ത് അതുപോലെ ഫക്കീറിന് നിർബന്ധമാവുന്ന അവസ്ഥകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എത്ര അവകാശികളായി? 3 എണ്ണമായില്ലേ? 3 എണ്ണം ഫക്കീർ, മിസ്കീന്, കടബാധ്യതയുള്ള. ഇതിനൊന്ന് മുഅല്ലഫത്തുൽ ഖുലൂബ്, പുതു മുസ്ലിങ്ങൾ. മുസ്ലിം മാതാപിതാക്കൾക്ക് ജനിച്ചവരല്ല, മറ്റു മതങ്ങളിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ച ആളുകൾ, നവ മുസ്ലിങ്ങൾ എന്നൊക്കെ നമുക്ക് പറയാം. ഒരാൾ മോശക്കാരൊന്നും അല്ലട്ടോ. സക്കാത്തിന്റെ അവകാശി അയച്ചിട്ട് മോശക്കാരനെന്ന് അങ്ങനെയും കരുതണ്ട. അവർ സക്കാത്തിന്റെ അവകാശികളാണ്. അപ്പൊ ഒരാൾ എന്നോട് ചോദിച്ചു, കുറച്ച് ഉസ്താദ്, ഈ പുതു മുസ്ലിം എന്ന് പറഞ്ഞാൽ എത്ര കൊല്ലം ഇവർക്ക് സക്കാത്ത് കൊടുക്കുക? പൊന്നാണി പോയി, ഉദാഹരണത്തിന് പൊന്നാണി പോയി ഇസ്ലാം സ്വീകരിച്ചു, സർട്ടിഫിക്കറ്റും കയ്യിലുണ്ട്, ഇനിയിപ്പോ മരിച്ചോളം മൂപ്പര് സക്കാത്തിന്റെ അവകാശിയാ. എത്ര കാല? പുതുമുസ്ലിംകൾ ഫക്കീറോ മിസ്കീനോ ആണെങ്കിൽ ഏതായാലും സക്കാത്തിന്റെ അവകാശിയാണ്. ആരായതുകൊണ്ട് തന്നെ ഫക്കീർ മിസ്കീൻ. ഇപ്പൊ ഞാൻ പറഞ്ഞു, ഫക്കീർ വേറെ, മിസ്കീന് വേണേ, കടക്കാരൻ വേറെ, പുതു മുസ്ലിം വേറെ. ഓൻ ഫക്കീറല്ല, ഓൻ മിസ്കീനല്ല, ഓന് ജീവിക്കാനുള്ള സമ്പത്തുണ്ട്. ജീവിക്കാനുള്ള സമ്പത്തുണ്ട്, ചെലവിനനുസരിച്ചുള്ള വരവുണ്ട് ഈ പുതു മുസ്ലിമിന്, നവ മുസ്ലിമിന്. അപ്പൊ അതിന്റെ അർത്ഥം ഫക്കീറും മിസ്കീനും എന്നാലും ആ സക്കാത്തിന്റെ അവകാശിയാ. അതെപ്പോഴാ? 2 രൂപത്തിൽ വരണം. 2 രൂപത്തിൽ വരണം. ഒന്ന്, അവന്റെ ഈമാനിന് ചെറിയൊരു ദൗർബല്യമുണ്ട്. സാമ്പത്തികമായ വലിയ ആനുകൂല്യങ്ങളൊന്നും കിട്ടിയില്ലെങ്കിൽ മറുകണ്ഠം ചാടി പോവോ എന്നുള്ളൊരു പേടിയുണ്ട്. ഓനങ്ങോട്ട് പോയതുകൊണ്ട് ഇവിടെ നഷ്ടമൊന്നും വന്നിട്ടല്ല. എല്ലാവരും കൂടി ഉണ്ട് കുഫ്ർക്ക് പോയാലും പഠിച്ചോന് നഷ്ടം വരൂല. പഠിച്ചോനോ അള്ളാഹ്ക്ക് പാക നഷ്ടമുള്ള ഒരുപാട് ആളുകൾ അങ്ങോട്ട് മുർത്തദ്ദാവുന്നു, ഒരുപാട് ആളുകൾ ഇങ്ങോട്ടാണെന്നൊന്നും ആരും ചിന്തിക്കണ്ട. ആരെന്തായാലും എല്ലാവരും കൂടി അബൂജഹല് അഫ്ജറു ഖൽബിൻ, അബൂജഹലിനെ പോലെ എല്ലാരും മനസ്സാണ്ട് അങ്ങോട്ടായാലും അതുകൊണ്ട് അള്ളാഹ്ക്ക് ഒരു ചുക്കും കുറവ് വരാനില്ലെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു പറഞ്ഞതായി തന്നെ അറിയിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ എല്ലാവരും കൂടിയാണ്ട് 1-ാം നമ്പർ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു പോലാണ്ട് നന്നായി, അതുകൊണ്ട് ഇപ്പൊ അള്ളാഹ്ക്കൊന്നും കൂടാനില്ല. നഷ്ടം ഞമ്മക്ക, നന്നായാ ഞമ്മക്ക് നന്നത്, കേടെന്നാ ഞമ്മക്ക് കേട്, അത്രയേ ഉള്ളൂ. പൈലൊക്കെ ഇരിക്കട്ടെ. അപ്പൊ നിയ്യത്ത് ദഈഫത്താണ്, മറുകണ്ഠം ചാടിപ്പോകും. എന്നാലും ഒരാളെ ഈമാൻ നഷ്ടപ്പെടല്ലേ? അത്തരം ഒരവസ്ഥ ഉണ്ടെങ്കിൽ അവർ സക്കാത്തിന്റെ അവകാശികളാണ്. ഇല്ലെങ്കിൽ അവർക്ക് നൽകുമ്പോൾ മറ്റുള്ളവർ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാനും അതിലേക്ക് ചിന്തിക്കാനും സാധ്യതയുണ്ട്. അതിന്റെ ഒരു സാഹചര്യമുണ്ട്. എന്നാലും സക്കാത്തിന്റെ അവകാശികളാണ്. വർഷക്കണക്കല്ല അവിടെ ഉള്ളത്, ഇത്ര കൊല്ലം എന്നുള്ളതല്ല. ഈ രണ്ടാലൊരു സാഹചര്യമുണ്ടെങ്കിൽ നിയ്യത്തുഹു ദഈഫത്തുൻ എന്ന സാധ്യത, അല്ലെങ്കിൽ അവർക്ക് സക്കാത്തിന്റെ ആനുകൂല്യം കിട്ടുമ്പോൾ മറ്റുള്ളവർ ഇസ്ലാമിലേക്ക് വരാനുള്ളൊരു സാഹചര്യം, ഇതുണ്ടെങ്കിൽ നവ മുസ്ലിങ്ങൾ സക്കാത്തിന്റെ അവകാശികളാണ്. 4 ടീം പറഞ്ഞു കഴിഞ്ഞു. യാത്രക്കാർ അവരും സക്കാത്തിന്റെ അവകാശികളാണ്. യാത്രക്കാർ സക്കാത്തിന്റെ അവകാശികളാന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താ? ഒരാൾ തിരുവനന്തപുരത്ത് നിന്ന് യാത്ര പുറപ്പെട്ട് എങ്ങോട്ടോ പോവുകയാണ്, ഒരു ഹലാലായ യാത്ര, അതിങ്ങനെ കൊണ്ടോട്ടി കൂടിയാ പോകുന്നത്. ഒരുപക്ഷെ അയാൾക്ക് നാട്ടിൽ നല്ല സാമ്പത്തിക സ്രോതസ് ഉണ്ടായിരിക്കാം. പക്ഷെ അദ്ദേഹം ഉദ്ദേശിച്ച ഈ യാത്ര പൂർത്തിയാക്കാനുള്ള ആവശ്യമായ പണം ഇപ്പൊ അദ്ദേഹത്തിന് കൈവശമില്ല. മനസ്സിലായില്ല? ഇതിലൂടെ ഒരു ഹലാലായ ആവശ്യത്തിന് യാത്ര പോവുകയാണ്. അദ്ദേഹം ഉദ്ദേശിച്ച യാത്രക്ക് ആവശ്യമായ ചെലവ് അദ്ദേഹത്തിന്റെ കയ്യിൽ ഇപ്പൊ കമ്മിയുണ്ട്. നാട്ടില് ചിലപ്പോ ഭൂമി ഉണ്ടാവാം, ബിൽഡിങ്ങുകൾ ഉണ്ടാവാം. ഈ യാത്ര പൂർത്തിയാക്കാം. അയാൾ ഫക്കീറല്ല, ഫക്കീർ മിസ്കീനും വേറെ നമ്മൾ പറഞ്ഞില്ലേ, ഫക്കീർ മിസ്കീനല്ല. പക്ഷെ ഈ യാത്ര പൂർത്തിയാക്കാനുള്ള ചെലവിന് അയാൾക്ക് കമ്മിയുണ്ട്. ആ ചെലവ് തികയോളം കയ്യിൽ കിട്ടുന്നവരെ ആള് സക്കാത്തിന്റെ അവകാശിയാണ്. നമ്മുടെ നാട്ടിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന യാത്രക്കാരെ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് യാത്ര പുറപ്പെടുന്ന ഒരാൾ, ഉംറയ്ക്ക് യാത്ര പുറപ്പെടുകയാണ്. ഉദാഹരണം, ഒരാള് നാളെ ഉംറയ്ക്ക് പോകാൻ ഉദ്ദേശിക്കണേ, അയാൾ ഫക്കീറും മിസ്കീനൊന്നുമല്ല. പക്ഷെ ഉംറയ്ക്ക് യാത്രക്ക് ആവശ്യമായ പണത്തിന് കമ്മിയുണ്ട്. അയാൾ സക്കാത്തിന്റെ അവകാശിയാണ്. ഇപ്പൊ ഫക്കീർ, മിസ്കീന്, കടബാധ്യതയുള്ളവർ, പൊതു മുസ്ലിങ്ങൾ, യാത്രക്കാർ, ഇതാണ് പൊതുവെ സക്കാത്തിന്റെ അവകാശികളായി പൊതുവെ നമ്മുടെ നാട്ടിൽ ലഭിക്കാൻ സാധ്യതയുള്ളത്. ചില നാട്ടിൽ ഫക്കീർ മിസ്കീന് മാത്രം ഉണ്ടാകും, ചില നാട്ടിൽ ഫക്കീറും മിസ്കീനും ഓരിയും എന്നുള്ള 3 വിഭാഗം ഉണ്ടാവും. ഇതൊക്കെയാണ് സക്കാത്തിനെ കുറിച്ചുള്ള മിനിമം മർമ്മമായ ഭാഗങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. തൽക്കാലം ഞാൻ സംസാരം അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്.